മാസവും മെയ് മാസവും വിസിറ്റിംഗ് പ്രോഗ്രാമുകളും സംസ്ഥാനം വിട്ടു പോകുന്ന പ്രോഗ്രാമൊന്നും വെക്കാതെ ദൈവസഭ ചിലവ് ചെയ്ത് ഈ കുട്ടികളുടെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഭാഗവാക്കാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തുടർന്ന് 11:30 മണിയാകുന്നു. കർത്താവിൻ്റെ ദാസൻ അനിൽ എലന്തൂരിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അദ്ദേഹം കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ആ 30 മിനിറ്റ് എടുത്ത ശേഷം ഒരു പാട്ട് പാടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. അതിന് ശേഷം ഇന്ന് ദൈവവചനം ധ്യാനിക്കുന്നത് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ടോംസ് ഡാനിയലാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഈ ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ എബി ഒരു പാസ്റ്റർ കുടുംബം, തന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന പ്രിയ സണ്ണി പാസ്റ്റർ, ആൽബി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഈ ദൈവസഭ ഓൺലൈൻ മീഡിയയിലൂടെ സജീവമായി നിൽക്കുന്ന ഒരു ചർച്ചയാണ്. ബൈബിൾ ടീച്ചിങ് രംഗത്ത് പ്രിയ എബിയേരൂർ പാസ്റ്റർ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര താൻ പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിരന്തരം വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ടീച്ചിങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ദൈവസഭ തീർച്ചയായിട്ടും തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ ഇടയ ശുശ്രൂഷകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ദൈവത്തിന് മുഴുവൻ മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകമായി തലമുറകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടിയാണ് അല്പസമയം ഞാൻ വേർതിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി നടന്നു വരുന്ന ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് ഇപ്പോൾ കുറച്ചുകൂടെ വിശാലമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ കുറച്ചുകൂടെ സഭകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന്മാരെയൊക്കെ കാണുവാൻ ഒക്കെ കടന്നുപോയത്. ഇന്ന് ഈ ദൈവസഭയ്ക്ക് വേണ്ടി, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ശുശ്രൂഷകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് കുട്ടികളുടെയും യുവജനങ്ങളുടെയും മേഖലയിലാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2007 എക്സൽ മിനിസ്ട്രീസ് എന്ന പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവമിടയാക്കിയത്. കഴിഞ്ഞ 18 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ 15 ലാംഗ്വേജുകളിൽ VBS പ്രവർത്തനങ്ങൾ നടത്തുവാൻ കർത്താവ് അവസരം നൽകി. കഴിഞ്ഞ 2 വർഷമായിട്ട് ബിഹേവിയർ ബിൽഡിംഗ് സ്കൂൾ എന്ന ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചു. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടത്തുന്ന BBS എന്ന പ്രൊജക്റ്റ് ആരംഭിപ്പാൻ ദൈവമിടയാക്കി. സജീവമായി കുട്ടികളുടെയും യുവജനങ്ങളുടെയും മേഖലകളിൽ ഇടപെടാനും പ്രവർത്തിപ്പാനും കർത്താവ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അവസരം നൽകിയിട്ടുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ അതിന് ധാരാളം പിന്തുണകൾ, അവസരങ്ങൾ, വേദികൾ തന്നിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ദൈവസഭ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് ഈ പ്രൊജക്റ്റ് ഞാൻ അവതരിപ്പിക്കാം. ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത് 4 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള ആ ഗ്രൂപ്പാണ്. 85% പോസിബിലിറ്റീസ് ആണ് ഈ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏജിനെ എത്രമാത്രം ഫോക്കസ് ചെയ്യണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ഭാവിയിൽ ആരാകാൻ പോകും നമുക്ക് ആർക്കും അറിയത്തില്ല. എനിബഡി ക്യാൻ കൗണ്ട് ദ സീഡ് ഇൻ ആൻ ആപ്പിൾ, ബട്ട് നോ വൺ ക്യാൻ കൗണ്ട് ദി ആപ്പിൾസ് ഇൻ എ സീഡ്. ഒരു ആപ്പിളിലുള്ള സീഡിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ആ സീഡിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടിനെ കൗണ്ട് ചെയ്യാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരാരായി പോകുന്നു എന്നും നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ പറഞ്ഞ ഒരു ചിന്ത നിങ്ങൾ കേൾക്കുക. ഇഫ് യുവർ പ്ലാൻ ഈസ് ഫോർ 1 year, പ്ലാന്റ് എ റൈസ്. ഇഫ് യുവർ പ്ലാൻ ഈസ് ഫോർ 10 years, പ്ലാന്റ് എ ട്രീസ്. ഇഫ് യുവർ പ്ലാൻ ഈസ് ഫോർ 100 years, എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു.
ഇഫ് യുവർ പ്ലാൻ ഈസ് ഫോർ ഇറ്റേണിറ്റി, ഗീവ് ചിൽഡ്രൻ ജീസസ്. നിങ്ങളുടെ ദർശനം നിത്യതയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കുക. ഡോക്ടർ ആകുന്നതല്ല പ്രധാനം. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ MBBS പഠിച്ച ഒരു പെന്തക്കോസുകാരനാണ് അപ്പൻ്റെ കഴുത്തറുത്തത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം, യേശുവിനെയാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു ഏറ്റവും വലിയ കാര്യം, ചിൽഡ്രൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ് ഇൻ എ കൺട്രി. ഫോർ ദം ടു ബിക്കം ദറ്റ് അസറ്റ്, they must receive education and love from their parents. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഈ സഭയുടെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഈ ചർച്ചിലേക്ക് വരുമ്പോൾ തന്നെ വളരെ നല്ല ബ്യൂട്ടിഫുൾ ചർച്ച്, എത്ര മനോഹരമായിരിക്കുന്ന ഈ ചർച്ച്. പക്ഷേ അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഈ ചർച്ച് കാണണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അമേരിക്കയിലെ എത്രയോ ചർച്ചുകൾ പൂട്ടിപ്പോയി. UK എത്രയോ ചർച്ചുകൾ ബാറുകളായി, മോസ്കുകളായി മാറി. അത് നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ലൂയിസ് പാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം, when I approach a child, he inspires me two sentiments: tenderness for what he is and respect for what he may become. എൻ്റെ 25 വർഷത്തെ ശുശ്രൂഷയിൽ എനിക്ക് ധാരാളം കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും റിവൈവൽ പ്രീച്ചേഴ്സുമായിട്ടുള്ള ധാരാളം ആളുകൾ. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വെറും കുഞ്ഞായിട്ട് കാണരുത്, അവരാരായി പോകുന്നു എന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇറ്റ് ഈസ് ഈസിയർ ടു ബിൽഡ് സ്ട്രോങ് ചിൽഡ്രൻ ദാൻ ടു റിപ്പയർ ബ്രോക്കൺ മാൻ. ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം അതാണ്. ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളെ, ഒരു ഫാമിലിയെ ഡെവലപ്പ് ചെയ്യുന്നതാണോ, റിപ്പയർ ചെയ്യുന്നതാണോ എളുപ്പം, അതോ ഒരു കുഞ്ഞിനെ സ്ട്രോങ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതാണോ ഏറ്റവും എളുപ്പം? നമ്മളെപ്പോഴും ഇപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മളിപ്പോൾ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങുന്നു, ഫാമിലി കൗൺസിലിംഗ് തുടങ്ങുന്നു, ഓർഫനേജുകൾ തുടങ്ങുന്നു, ഇങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു സ്ട്രോങ് ചിൽഡ്രനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കാതെ ഇരിക്കുന്നു. ജോൺ ബി വാട്സൺ പറഞ്ഞ, സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഇപ്രകാരമാണ്: ഗീവ് മീ എ ഡസൻ ഹെൽത്തി ഇൻഫൻസ്, well formed and my own specified world to bring them up, and I will guarantee to take anyone at random and train him to become any type of specialist. I might select doctor, lawyer, merchant chief, and yes, even a beggar man and a thief. ഒരു ചെറുപ്രായത്തിൽ, ഒരു ഇൻഫാന്റ് സ്റ്റേജിൽ എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ തരൂ, റാൻഡമായിട്ട് ഞാൻ അതിനകത്തുനിന്ന് പിക്ക് ചെയ്തിട്ട് ആ കുഞ്ഞിനെ ഏത് നിലയിൽ വേണമെങ്കിലും എനിക്ക് ട്രെയിൻ ചെയ്യാം. എനിക്ക് വേണേൽ ഡോക്ടർ ആകാം, എനിക്ക് വേണേൽ എഞ്ചിനീയർ ആക്കാം, എനിക്ക് വേണമെങ്കിൽ മർച്ചന്റ് ചീഫ് ആക്കാം, ഫാർമസിസ്റ്റ് ആക്കാം. അദ്ദേഹം പറയുവാണ്, എനിക്ക് വേണമെങ്കിൽ ഒരു ഭിക്ഷക്കാരനോ അല്ലെ ഒരു കൊള്ളക്കാരനോ വേണമെങ്കിലും ആക്കി മാറ്റാൻ കിട്ടും. പക്ഷെ എപ്പോൾ കിട്ടണം? ചെറുപ്രായത്തിൽ കിട്ടണം. അടുത്ത സ്ലൈഡ്. ഇനി ഇതാണ് നമ്മളെല്ലാം ദൈവസഭ തിരിച്ചറിയേണ്ടത്. ഈ ലൈഫിൻ്റെ മോൾഡിങ് സ്റ്റേജ് എന്ന് പറഞ്ഞ ചൈൽഡ്ഹുഡ് ആണ്. ഈ മോൾഡിങ് ഇവിടെ നടന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പീരീഡ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, അത് ചൈൽഡ്ഹുഡിലാണ് സംഭവിക്കുന്നത്. പീരീഡ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, പ്രായമുള്ള ആൾക്കാർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഏത് രാജ്യത്തിൽ കൊണ്ടുപോയിക്കോളൂ, പട്ടപട്ടാന്ന് അവർ ലാംഗ്വേജ് പിക്ക് ചെയ്യും. അവർ ഇപ്പോൾ അമേരിക്ക കൊണ്ടുപോകും, ജർമ്മനി കൊണ്ടുപോകും, അവർ പെട്ടെന്ന് ഭാഷ പിടിക്കും. പക്ഷെ പ്രായമുള്ളവർ നമുക്കോ ഇറ്റ് ഇസ് ടഫ്. പീരീഡ് ഓഫ് ഇമോഷണൽ ഡെവലപ്മെന്റ്, പീരീഡ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്, പീരീഡ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, പീരീഡ് ഓഫ് കൺസെപ്റ്റ് ഓഫ് എ സൂപ്പർ പവർ, ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, കൾച്ചറൽ ഡെവലപ്മെന്റ്. ദിസ് ഓൾ ഹാപ്പൻസ് ഇൻ ദ വെരി യങ് ഏജ്. ഇതാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെയാണ് സഭ ഫെയിലിയർ ആയിരിക്കുന്നത്. ഒരാഴ്ചത്തെ ഹോൾ അവേഴ്സ് നമ്മൾ എടുത്താൽ എത്ര മണിക്കൂർ വരും? 168 hours അല്ലേ? 24/7. പക്ഷേ 167 hours നമ്മൾ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഒറ്റ മണിക്കൂർ. നോക്കിക്കേ, സൺഡേ സ്കൂൾ ഇന്നാഡിക്വേറ്റ് അവേഴ്സ്. 167 hours നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? 167 hours അവർ സ്കൂളിൽ പോകുമ്പോൾ അവർ സംസാരിക്കുന്ന യേശുവിൻ്റെ പാരബിൾസും യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ സംസാരിക്കുന്നത്. ആണോ? നിങ്ങൾ പറഞ്ഞേ, ആണോ? നിങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് സ്കൂളിൽ? അല്ല, അവർക്ക് സംസാരിക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ബാക്കി 167 hours
they spend in online games, they watch shorts. അവർ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു, അവർ പോകുന്നു. ഇതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്പിരിച്വലി സ്ട്രോങ് ആക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനൊരു ചെറിയൊരു മത്സരം തരട്ടെ, ഒരു 500 രൂപയുടെ മത്സരം. ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മോന് കണ്ണാടി വെച്ച് മോനിങ് വരാമോ? ഒന്ന് വന്നേ, ഒരു മത്സരം തരാം. എന്നിട്ട് ഈ മോളൂടെ വന്നേ, ഒരു മത്സരം തരാം. 500 രൂപയാണ് ക്യാഷ് പ്രൈസ് കേട്ടോ. 500 രൂപയുടെ ക്യാഷ് പ്രൈസ്. ജയിച്ചാൽ 500 രൂപ ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. ഇവിടെ നിന്നോ, രണ്ടുപേരും ഇവിടെ നിന്നു, മോൾ ഇവിടെ നിന്നോ, ഇവിടോട്ട് നിന്നേ. എന്നിട്ട് അടുത്ത് നിന്നേ, ഇങ്ങോട്ട് ഈ ബോട്ടിലെ നോക്കിയിട്ട് നിന്നേ, ഈ ബോട്ടിലെ നോക്കി നിന്നേ. ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ ഈ ബോട്ടിൽ ഒന്ന് ഊതി വീഴ്ത്തണം. ദാറ്റ്സ്, ഇങ്ങോട്ട് വീഴുവാണെങ്കിൽ മോൻ ജയിക്കും, ഇങ്ങോട്ട് വീഴുവാണെങ്കിൽ മോള് ജയിക്കും. റെഡിയാണോ? യെസ്. അടുത്ത് നിന്നോണ്ട് കേട്ടോ, നന്നായിട്ട് ഊതണേ. റെഡി? 1 2 3. ഓ, എത്ര ഫാസ്റ്റ് ആയിരുന്നു. ഇതൊരു ട്രയൽ ആയിരുന്നു കേട്ടോ. ഇപ്പൊ മനസ്സിലായാലും മോളെ, ഇപ്പം ഭയങ്കര മിടുക്കനാണ് കേട്ടോ. തോക്കരുത്, ജയിക്കണം. ഉച്ചിരോട് അടുത്ത് നിന്ന് ശക്തമായിട്ട് ഊതിക്കണം കേട്ടോ. റെഡി? 1 2 3. അങ്ങോട്ടാ വേണമെങ്കിലും ഇങ്ങോട്ടാണ് ഇത് വന്നത്. നല്ലൊരു കൈഡി കൊടുക്കുക ഇവർക്ക് രണ്ടുപേർക്കും. പോകരുത്, ഇതല്ല മത്സരം. മത്സരം വരുന്നതേ ഉള്ളൂ. ആരെങ്കിലും MD ബോട്ടിൽ ഊതി തരുന്നതിന് 500 രൂപ തരുമോ? ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞു വന്നാലും MD ബോട്ടിൽ ഊതി വീഴ്ത്താൻ പറ്റത്തില്ലേ? ഇറ്റ് ഈസ് ഈസി. ഊതി വീഴ്ത്തേണ്ടുന്നത് ഫിൽഡ് ബോട്ടിലാണ് ഊതി വീഴ്ത്തേണ്ടുന്നത്. അത് വീഴ്ത്തിയാൽ ഇപ്പോൾ 500 രൂപ തരികയാണ് കേട്ടോ. ഇനി വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ 500 രൂപ അങ്കിൾ തിരിച്ചു തരുകയും ചെയ്യണം കേട്ടോ. ഇങ്ങോട്ട് നടന്നേ. റെഡി? നന്നായിട്ട് ഊതണം കേട്ടോ. റെഡി? 1 2 3 ഗോ. ശക്തമായിട്ട് ഒന്നും കുറച്ചുകൂടെ അടുത്ത് വന്നിരിക്കുമോ? ഒന്നൊന്ന് കൈയടിച്ചു കൊടുത്തേ, നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുത്തേ, ഒന്ന് ശക്തമായിട്ട്. 500 രൂപയാണ്, ശക്തിയോട് ഊതിക്കോളൂ. പറ്റുമോ? താങ്ക് യു സോ മച്ച്. പ്ലീസ് ബി സീറ്റഡ്. ഇവർ രണ്ടുപേരും പറഞ്ഞു, അങ്കിളെ ഈ ബോട്ടിൽ ഊതി വീഴ്ത്താൻ പറ്റത്തില്ല, കാരണം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഇസ് എ ഫിൽഡ് ബോട്ടിൽ. ഞാനിവിടെ സഭയോട് പറയുന്ന ഒറ്റ കാര്യം ഞാൻ പറയാം. ഇറ്റ് ഈസ് എ ചർച്ച് റെസ്പോൺസിബിലിറ്റി ടു ഫിൽ ദം ആൻഡ് ഫീഡ് ദം. അവരെ ഫിൽ ചെയ്ത് അവരെ സ്ട്രോങ് ആക്കണമെന്ന ഉത്തരവാദിത്തം സഭയുടേതാണ്, മാതാപിതാക്കളുടേതാണ്. അത് സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ ഈ MD ബോട്ടിലിനെ പോലെ ആരെങ്കിലും ഒന്ന് കണ്ണടച്ച ഇറങ്ങിപ്പോവും. ഒരു പൊടി കൊടുത്താൽ മണപ്പിക്കും എന്തെങ്കിലുമൊക്കെ. കാരണം ഇവരുടെ ഇഗ്നോറൻസ് അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള അറിവില്ലായ്മ പല ആളുകളും എന്ത് ചെയ്യും? മുതലെടുക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത്, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു കടയിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോർണിംഗ് വന്നാലും പറഞ്ഞു. ഞാൻ കടയിലോട്ട് കയറി. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അവിടെ കയറിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മോന് സ്വർഗം കാണണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിൽ എൻ്റെ അമ്മച്ചിയും പപ്പായും എല്ലാം പറഞ്ഞു വളരുന്നതാണ് സ്വർഗം സ്വർഗം സ്വർഗം. അപ്പോൾ ഇവിടെ ഒരാൾ പറയുവാണ്, മോന് സ്വർഗം കാണണോ? ഞാൻ പറഞ്ഞു, അയ്യോ, എത്ര നാളായിട്ട് സ്വർഗം കാണാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, മോനെ കൈത്തണ്ണ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചേ. ഞാൻ കൈത്തണ്ണ നീട്ടിക്കൊടുത്തു. എൻ്റെ കയ്യിലേക്ക് ഒരു അല്പം പൊടിയിട്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ ഇങ്ങനെ വലിച്ചു കയറ്റിക്കളാൻ പറഞ്ഞു. ഞാൻ വലിച്ചു കയറ്റി. കാരണം എനിക്ക് സ്വർഗം കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ആ പൊടി വലിച്ചു കയറ്റിയത്. ഞാൻ അവിടുന്ന് തുമ്മി, ഞാൻ ഇറങ്ങി ഓടി വീട്ടിൽ ചെന്നപ്പോൾ പപ്പ എന്നോട് ചോദിച്ചു, മോനെ എന്തുവാണ് നീ, എന്ത് പറ്റി നിനക്ക്? ഞാൻ പറഞ്ഞു, ഒരാൾ എനിക്കൊരു അല്പം പൊടി തന്നു. ഇന്ന് പല ആൾക്കാരും ഇതുപോലെ ഇഗ്നോറൻസിനെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ചൂഷണം ചെയ്യുന്നത്. ഇത് ഭയങ്കര സംഭവമാണ്, ഏതൊക്കെയോ നമ്മൾ വേറെ ലോകത്തിലെത്തുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അവരെ പ്രലോഭിപ്പിച്ചാണ് പലതും വീഴ്ത്തുന്നത്. ഇവിടെയാണ് I just want to introduce a project called Thy Word. Thy Word എന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ മുമ്പിലുള്ള കുഞ്ഞുങ്ങൾ, നിങ്ങളും ഇത് ഏറ്റെടുക്കണം. MD ബോട്ടിൽ പോലെ നിങ്ങളാകാതെ യു ആർ ഗോയിങ് ടു ബിക്കം സ്ട്രോങ്. ലോകത്തിലെ അരുശക്തിക്കും തൊടാൻ കഴിയാത്ത നിലയിൽ വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കുന്ന, വചനത്തിൽ നിറയപ്പെടുന്ന ഒരു സംഭവം. അതെന്താണ് ഈ Thy Word പ്രൊജക്ട്? ജേർണി ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വൽ scripture and memorization with our young participants. This challenge is designed to help the children strengthen their understanding of the Bible and encourage them to commit 150 verses to memory over the course of 5 months. 5 മാസം കൊണ്ട് 150 വാക്യങ്ങൾ പഠിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. We believe that this challenge will not only enhance their knowledge
of the word, but also deepen their relationship with God. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഡൈവേർട്ട് പ്രൊജക്റ്റ് കൊണ്ടുള്ളത്. 1, ദൈവവചനത്തെ മെമ്മറൈസ് ചെയ്യുക. 2, അവർ സ്പിരിച്വലി ഗ്രോ ആകുക. 3, ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചെറിയ ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, മെമ്മറി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കുക. റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ, ഓരോ ലെവൽസ് അവർ അച്ചീവ് ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളും അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കുക. 3 ഏജ് ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത്. 3 to 7 ബിഗിനർ ഗ്രൂപ്പാണ്. ജൂനിയർ ഗ്രൂപ്പ് 8 to 12 ആൻഡ് 13 to 18 ഇത് സീനിയർ ഗ്രൂപ്പ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ലാംഗ്വേജിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് അവൈലബിൾ ആണ്. 15 കുട്ടികൾ ഒരു മെന്ററിന്റെ കീഴിലേക്ക് വരും. ചുമ്മാതെ പഠിപ്പിക്കുകയല്ല, മെന്ററിന്റെ സൂപ്പർവിഷനിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത്. ഓരോ 15 കുട്ടികളെയും ഒരു മെന്ററിന്റെ കീഴിലും ഈ കുഞ്ഞുങ്ങൾ മെന്ററുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കും. എല്ലാ ദിവസവും 150 ദിവസവും ഓരോ ദിവസവും നമ്മൾ വാക്യം ഇട്ടുകൊടുക്കും. ആ വാക്യം ആ കുഞ്ഞുങ്ങൾ അന്ന് തന്നെ പഠിച്ച് ആ ഗ്രൂപ്പിലേക്ക് ഇടണം. ഒരു വാക്യം പഠിക്കാൻ നമുക്ക് വേണ്ടുന്ന സമയം എത്ര വേണം? ഒരു വാക്യം പഠിക്കാനായിട്ട് എത്ര വേണം? നമ്മൾ എത്ര പറഞ്ഞേ? 5 മിനിറ്റ്. കണ്ട, വെറും 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു വാക്യം മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. അവര് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. മെന്റർ ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി 12 ലെവൽസ് ആണ്. 12 ലെവൽസ്. ഒന്നാമത്തെ ലെവൽ 14 വാക്യം ന്യൂ കമർ, 2ാമത്തെ ലെവൽ സ്റ്റാർട്ടർ, 3ാമത്തെ ലെവൽ റോക്കി, 4ാമത്തെ ലെവൽ അപ്രന്റൈസ്, 5ാമത്തെ ലെവൽ എക്സ്പ്ലോറർ, 6ാമത്തെ ലെവൽ വോയേജർ, 7 ട്രയൽ ബ്ലേസർ, 8 പയനിയർ, 9 ചാമ്പ്യൻ, 10 മാസ്റ്റർ ആൻഡ് 11 എലൈറ്റ്. ഈ 11ാമത്തെ ലെവലാകുമ്പോൾ 150 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിയും. 14 വാക്യം. അവസാനത്തെ 11ാമത്തെ ലെവല് 10 വാക്യം. അങ്ങനെ 150 വാക്യം പഠിക്കും. 12ാമത്തെ ലെവല് ഇറ്റ് ഇസ് എ ലെജൻഡ്. ഈ 150 വാക്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് റാപ്പിഡ് ഫയറിൽ പങ്കെടുത്ത് അവർ ലെജൻഡായി മാറുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഡൈവേർഡ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലായി. ഇപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ ഒരു ചിന്ത വന്നേക്കാം, ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ? ഇത് കുഞ്ഞുങ്ങൾക്ക് 150 വാക്യമൊക്കെ കാണാതെ പറയാൻ പറ്റുമോ? ഞാനൊരു വീഡിയോ കാണിക്കാം. 2 സീസണായിട്ട് നടന്ന ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്കൊരു വീഡിയോ കാണാം. സിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. യെശയ്യാവ് 59:1. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. 2 കോരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സങ്കീർത്തനങ്ങൾ 116:7. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി 12:2. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. കൊലോസ്യർ 3:14. എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ജെറൂഷ എന്ന് പറഞ്ഞ മിടുക്കിക്കുട്ടി, ഈ മോടെ വീഡിയോ കണ്ടത് 1 മില്യൺ ആൾക്കാരാണ്. 1 മില്യൺ ആൾക്കാർ. അവൾ ഈ പ്രാവശ്യം എക്സലിൻ്റെ ഓഫീസിൽ വന്നു. 300 വാക്യം പഠിച്ചിട്ട് ശ്രദ്ധിക്കണം. അന്നേരം ഈസ് ഇറ്റ് പോസിബിൾ ആണോ? ഇതുപോലെ ഈ സീസണിൽ ലെജൻഡ് ആയത് 50 പേരാണ്. 50 പേര്. അവരോട് 150 വാക്യത്തിൽ എവിടെ നിന്ന് ചോദിച്ചാലും വാക്യം ചോദിച്ചാൽ അവർ റെഫറൻസ് പറയും, റെഫറൻസ് പറഞ്ഞാൽ വാക്യം പറയും. അങ്ങനെയുള്ള നിലയിലേക്ക് ഈ കുഞ്ഞുങ്ങളായി. അപ്പോൾ നിരന്തരമായിട്ട് കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിച്ച് വചനത്തിൽ നിങ്ങൾ നിറയുന്ന. ഇനി രണ്ടാമത്തെ പ്രൊജക്റ്റ് ലെജൻഡായി കയറി വരുന്നവർക്ക് വേണ്ടിയുള്ള ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമാണ്. ഇറ്റ്സ് കോൾഡ് ദൈ വേ പ്രൊജക്ട്. ഇതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇത് അഗെയിൻ ഇറ്റ് ഇസ് എ 5 ഏജ് ഗ്രൂപ്പിലുള്ള ഒരിതാണ്. സീഡ് ലെവല്, റൂട്ട് ലെവല്, ബ്രാഞ്ച് ലെവല്, ബ്ലൂം ലെവല്, ഫ്രൂട്ട് ലെവൽ. സീഡ് ലെവൽ 5 to 7, റൂട്ട് ലെവൽ 8 to 10, ബ്രാഞ്ച് ലെവൽ 11 to 13, ബ്ലൂം ലെവൽ 14 to 16, ഫ്രൂട്ട് ലെവൽ 17 to 20. എല്ലാ ദിവസവും 30 മിനിറ്റ് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്രൊജക്ട്. 30 മിനിറ്റ് പറ്റുമോ? 30 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുമോ നമുക്ക്? ഈസി. ഫാമിലി ഒന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം 30 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അടുത്തത് അങ്ങനെ പോട്ടെ. ഇതെല്ലാം ഞാൻ ഓക്കെ. അവർ ഡെയിലി എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഒരു 20-25 ദിവസമായിട്ട് 83 കുഞ്ഞുങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
83 കുഞ്ഞുങ്ങൾ. അവർ ചെയ്ത 1-2 കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ജേണൽസ്. നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമിന് എല്ലാ ദിവസവും അവർക്ക് വായിക്കേണ്ടുന്ന ബൈബിൾ പോർഷൻ അവർ വായിക്കേണ്ടുന്ന കാര്യം ഇട്ട് കൊടുക്കും. അവർ ഡെയിലി 30 മിനിറ്റിൽ അവർ ചെയ്യണം. 10 മിനിറ്റ് വായിക്കണം. അതിന് ഓരോ സമയമുണ്ട്. മിനിമം 30 മിനിറ്റ് ആണ്. മനസ്സിലായി? ഇന്ന് നോക്കിയേ, 11 വയസ്സ് മുതൽ 13 വയസ്സ് ആ ബ്രാഞ്ച് ലെവലുള്ള ഒരു കുട്ടി എഴുതിയിരിക്കുന്ന കണ്ടോ? ഡെയിലി എഴുതിക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് സ്ലൈഡ് കണ്ടോ? വേറൊരു കുട്ടി എഴുതിയിരിക്കുന്ന ജേണൽ കണ്ടോ? നെക്സ്റ്റ്. 14 മുതൽ 16 വയസ്സുള്ള ഒരു കുട്ടി എഴുതിയിരിക്കുന്ന ജേണൽ കണ്ടോ? നെക്സ്റ്റ് സ്ലൈഡ്. 5 മുതൽ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഇത് കണ്ടോ? ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മ എഴുതിയതാണ് അപ്പുറത്ത് കുഞ്ഞ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. 5 മുതൽ 7 വയസ്സുള്ള കുട്ടി എഴുതിയിരിക്കുന്ന വേറൊരിത്. 8 മുതൽ 10 വരെയുള്ള ഒരു കുട്ടി എഴുതിയ ജേണൽ. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ജെറൂഷ്യയുടെ ടെസ്റ്റ് മണി. തൊട്ടപ്പുറത്ത് വേറൊരാളുടെ ടെസ്റ്റ് മണി. യെസ്. അപ്പം നമുക്കൊരു ജനറേഷൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ. അതിന് സഭ എടുക്കുന്ന പരിശ്രമം വലുതാണ്. എലീശയോട് ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ വേണ്ടി വേണ്ട കടക്കാർ വരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെയുള്ള നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ വെളിയിലിറക്കുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുവാണ്, നിങ്ങളെ പിടിച്ചു കെട്ടാൻ, അടിമയാക്കാൻ പുറത്ത് ആളുകൾ നിൽപ്പുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ നിങ്ങളെ പിടിച്ചു കെട്ടാൻ, നിങ്ങളെ അഡിക്റ്റ് ആക്കാൻ, അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ, മൊബൈൽ അഡിക്റ്റ് ആക്കാൻ, ലഹരിക്ക് അഡിക്റ്റ് ആക്കാൻ, പ്രണയബന്ധങ്ങളിൽ കുടുക്കിക്കളയാൻ, അങ്ങനെ ധാരാളം ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. അതിന് ചർച്ച ഉണർന്നേ പറ്റത്തുള്ളൂ. മാതാപിതാക്കൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ മാതാപിതാക്കളാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, 4:4. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അന്നാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. നുറുക്കി കൊടുക്കേണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറ്റ് പലതിലേക്കും പോയി, ജോലിയിലേക്ക് പോയി, തിരക്കിലേക്ക് പോയി, നമുക്ക് സമയമില്ലെന്ന് പറയുന്നു, ഇനി നടക്കത്തില്ലെന്ന് പറയുന്നു, ഇനി ഒരു തലമുറ മുഴുവൻ പോയെന്ന് പറയുന്നു, ഇനിയും നമ്മുടെ നാടിന് എന്തു പറ്റി, ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നു, ഇനിയും കേരളത്തിലും ജീവിക്കാൻ പറ്റത്തില്ല, നമുക്കിനിയും വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ നമുക്ക് പറയാം, ദൈവം ഈ ഭൂമിയിൽ ഇടപെടാൻ ദൈവം തന്നിരിക്കുന്ന സഭയാണ്. നമ്മളാണ് ഇടപെടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എഴുന്നേൽക്കണം. നമ്മൾ എഴുന്നേറ്റാൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം, 78-ാം സങ്കീർത്തനം 6 മുതലുള്ള വാക്യം, വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേൽക്കണം. സഭ എഴുന്നേൽക്കണം, മാതാപിതാക്കൾ എഴുന്നേൽക്കണം, എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കണം. അങ്ങനെ എഴുന്നേറ്റാൽ, സഭ എഴുന്നേറ്റാൽ, ഒരുമിച്ച് നിന്നാൽ ഒരു കാര്യം നടക്കും. അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇനിയും അങ്ങനെ വെച്ചില്ല എങ്കിൽ, ചെയ്യുന്നില്ല എങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ടാവും. മത്സരമുള്ളൊരു തലമുറ, ഹൃദയത്തെ സ്ഥിരമാക്കാത്തൊരു തലമുറ, അവിശ്വസ്ത മനസ്സുള്ളൊരു തലമുറ, അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കും. അത് വരാതെ ഇരിക്കാൻ സഭയ്ക്കൊന്ന് ഉണരാം, മാതാപിതാക്കൾക്കൊന്ന് ഉണരാം. കർത്താവെ, അതിനായിട്ട് ഞങ്ങൾ എഴുന്നേൽക്കുന്ന നമുക്കൊന്ന് പറയാം. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട്, ഈ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി ഒന്ന് നേടാൻ വേണ്ടി 3 കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 3 കാര്യം. 1, ഇൻവെസ്റ്റ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇൻവെസ്റ്റ്. ചുമ്മാ ആർക്കും നമുക്ക് സ്ട്രോങ് ആകാൻ പറ്റത്തില്ല മക്കളെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പണത്തെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ സ്ട്രോങ് ആകത്തുള്ളൂ. നമ്മുടെ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണമെന്ന് ഈസി ആയിട്ട് നടക്കത്തില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ജോലി കണ്ടേക്കാം, കാര്യങ്ങൾ കണ്ടേക്കാം, പക്ഷേ അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇൻസ്പെക്ഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ മക്കളെ എല്ലാവരും, ഇൻസ്പെക്ട് ചെയ്യുന്ന വേറെ ആൾക്കാരാ. പപ്പ ആയിരിക്കാം, മമ്മി ആയിരിക്കാം, പാസ്റ്ററുകളായിരിക്കാം. ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മളെ തിരുത്തുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക്
ഉണ്ടാകണം. തെറ്റായ രീതിയിൽ കൂടെ പോകുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തകർന്നു പോകത്തില്ല. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, ഇൻഷുർ ചെയ്യണം. ഞാൻ ചോദിക്കുന്നു, ഇന്ന് നമ്മൾ വീണ് മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയാകും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മൾ എവിടെയാ പോകുന്നത്? നമ്മളെല്ലാവരും ആരോഗ്യ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസും പ്രോപ്പർട്ടി ഇൻഷുറൻസും ഒക്കെ എടുത്തിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ആ ഇൻഷുറൻസിൽ നിന്ന് അങ്ങ് പൊയ്ക്കോളും. ഒറ്റ ചോദ്യം, അതെല്ലാം നല്ലതാണ്, പക്ഷേ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പുള്ള എത്ര പേരുണ്ട്? അതില്ല എങ്കിൽ മക്കളെ, ഇന്ന് അതിനുള്ള സമയമാണ്. ഈ 3 കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കുറിച്ച് വെക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചേ. ഈ ഇത്രയും സംഭവം, ഈ പ്രൊജക്റ്റ് നിങ്ങളുടെ സഭയുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സഭ ഉത്സാഹിക്കാൻ ഞാൻ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതിനെയൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവെ, എനിക്ക് വളരണം. എനിക്കൊരു MD ബോട്ടിലിനെ പോലല്ല, ഒരു ഫിൽഡ് ബോട്ടിലിനെ പോലെ ആകണം. അതിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലഭിച്ച സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് മുഴുവൻ മഹത്വം അർപ്പിക്കുന്നു. ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കർത്താവ് ഞങ്ങളെടുക്കുന്ന എഫേർട്ടുകൾ, അത് സഭകൾ ഏറ്റെടുക്കട്ടെ, മാതാപിതാക്കൾ ഏറ്റെടുക്കട്ടെ. കുഞ്ഞുങ്ങളെ ബിൽഡപ്പ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കണമേ. ഈ സഭയ്ക്കായി സ്തോത്രം. ഈ സഭയെ അനുഗ്രഹിക്കണമേ. ദൈവദാസനെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. മുഴുവൻ മഹത്വം അങ്ങേക്ക്, യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. അവസരത്തെ ഒരുക്കി തന്ന ദൈവസഭയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എക്സൽ VBSന്റെ പ്രവർത്തനങ്ങളുണ്ട്. മൈ കോമ്പസ് എന്നുള്ള തീം വെച്ചിട്ടുള്ള 5 ദിവസത്തെ പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ എക്സൽ പബ്ലിക്കേഷനിലൂടെ നിരവധി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രായമുള്ളവർക്ക് വേണ്ടിയൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട്. വൺസ് അഗൈൻ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.